ഹലോ, അപ്പോൾ നമുക്കിന്ന് ട്രിവാൻഡ്രംകാരുടെ സ്പെഷ്യൽ നത്തോലി മുളകിട്ടതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. നല്ല ഫ്രഷ് നത്തോലി ഇട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനതൊന്ന് വേഗം നേരാക്കി എടുക്കട്ടെ. കൂട്ടിന് എൻ്റെ ചക്കിപ്പൂച്ചയും കൂടി ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടേക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 7-8 ചെറിയുള്ളിയും ഒരു 6-7 വെളുത്തുള്ളിയും കൂടി തൊലി കളഞ്ഞതെടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ നല്ല പഴുത്ത തക്കാളിയും 2 പച്ചമുളകും കൂടി വേണം കേട്ടോ. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മുളക് പൊടി 3/4 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി കുറവ് ഇട്ടാൽ മതി. തക്കാളി ഒന്ന് നന്നായി വഴണ്ടി വന്നതിന് ശേഷം നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്ക് ജാറിലിട്ടിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഉലുവ പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ചെടുത്ത ആ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒപ്പം നമ്മുടെ പുളിവെള്ളം കൂടി ചേർത്തിട്ട് പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായി തിളച്ചതിന് ശേഷം നമ്മുടെ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ആ മീനൊന്ന് വേവുന്ന വരെ നമുക്ക് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് മീനൊക്കെ വെന്ത് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് താളിപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് 2-3 ചെറിയുള്ളിയും ഒപ്പം നമുക്ക് പെരിഞ്ചീരകം കൂടി ഇട്ടിട്ട് ഒന്ന് വറവിട്ട് കൊടുക്കാം. കൂട്ടത്തിൽ കറിവേപ്പിൻ്റെ ഇല ഇടാൻ മറക്കരുത്. അപ്പോൾ ഇവിടെ അടിപൊളി നല്ല കുറുക്കത്തിലുള്ള തേങ്ങ നിറയ്ക്കാത്ത നല്ല മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, ദോശൻ്റെ കൂടെ ഏതിൻ്റെ കൂടെയും വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികൾ വേണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം.